അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ആണല്ലോ നാളത്തെ പരീക്ഷ. പുതിയ സിലബസ് അനുസരിച്ചുള്ള കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ലഭ്യമായിട്ടില്ല. എങ്കിലും ലഭ്യമായ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. 50 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. ഒന്നാമത്തത് നുകമ്മിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി എഴുതുകയാണ് വേണ്ടത്. ഇവിടെ ഓൾറെഡി ആൻസർ ഉണ്ട്. ഹൽ, ഐന, അൻത, അൻതും, തദ്ഹബു, യദ്ഹബു, ഹും. ഓൾറെഡി ഇവിടെ ആൻസേഴ്സുകൾ ഉണ്ട്. നമ്മൾ യോജിച്ചത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഇവിടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ പാഠം വിശദീകരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൽ എന്നുള്ളത് ഒരു ചോദ്യത്തിന്റെ തുടക്കമായിരിക്കും. ഹൽ എന്നുള്ളത് ഉണ്ടോ എന്നുള്ള അർത്ഥമാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ. അൻത എന്ന് പറഞ്ഞാൽ നീ, ഒരാണിനോടുള്ള സൂചനയാണ് നീ എന്നുള്ളത്. അൻത. അൻതും എന്ന് പറഞ്ഞാൽ കുറെ ആണുങ്ങളോട് സൂചിപ്പിക്കുന്നത് അൻതും, നിങ്ങൾ എന്നുള്ള അർത്ഥം. തദ്ഹബു എന്ന് പറഞ്ഞാൽ അവൾ പോകുന്നു എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തദ്ഹബു എന്ന് പറഞ്ഞാൽ ഈ മുലാരിയായ ഫീല് യദ്ഹബു എന്ന് പറഞ്ഞാലും തദ്ഹബു എന്ന് പറഞ്ഞാലും മുലാരിയായ ഫീല് തന്നെയാണ്. യാവും ചിലത് ഒന്ന് യാവ് കൊണ്ട് തുടങ്ങുന്നു, ഒന്ന് താവ് കൊണ്ട് തുടങ്ങുന്നു. എന്താ വ്യത്യാസം? യാവ് കൊണ്ട് തുടങ്ങുന്നത് ശേഷം പറയുന്നത് ഒരു ആണിന്റെ പേരായിരിക്കും, ഇവിടെ ശേഷം പറയുന്നത് ഒരു പെണ്ണിന്റെ പേരായിരിക്കും. അപ്പൊ ശേഷം പറയുന്നത് പെണ്ണിന്റെ പേരാണെങ്കിൽ അത് താവ് കൊണ്ട് തുടങ്ങും, ശേഷം പറയുന്നത് ആണിന്റെ പേരാണെങ്കിൽ അത് യാവ് കൊണ്ട് തുടങ്ങും. പിന്നെ ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് ശേഷമുള്ളത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ യാ ഇബ്നു, ഓ കുട്ടി, യാ ഇബ്നു, ഓ കുട്ടി, അൻത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. അൻത. ഇനി യാ അബ്നാഉ, ഓ കുട്ടികളെ, ആൺകുട്ടികളാണ്. അൻതും, നിങ്ങൾ, ദാരിസൂന, വിദ്യാർത്ഥികളാണ്. വ ഉലൈക, അവർ എന്ന് പറയുമ്പോൾ ആരാ? ഹും. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്. ഇനി ഡാഷ് ബൈത്തുക്കും, എവിടെയാണ് നിന്റെ വീട്? അപ്പൊ ഐന നമ്മൾ പറഞ്ഞല്ലോ എവിടെ എന്നുള്ളതിന് ഐന എന്നുള്ളതാണ്. അപ്പൊ ഐന ബൈത്തുക്കും. പിന്നെ ഡാഷ് ഇൻദക ദർറാജത്തുൻ, നിന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ? അപ്പൊ ഉണ്ടോ എന്നുള്ളതിന് നമ്മൾ ഏതാ വേണ്ടത്? ഹൽ ഇൻദക ദർറാജത്തുൻ, നിന്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ? ഇനി അടുത്തത് ഡാഷ് അൽ ബിൻതുൽ മദ്രസ, പെൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു. കണ്ടോ, ഇവിടെ ബിൻത്ത് പെൺകുട്ടിയാണ്. അപ്പൊ ഏതാ വേണ്ടത്? തദ്ഹബുൽ ബിൻതു ഇലൽ മദ്രസ. അടുത്തത് ഡാഷ് അൽ വലതു ഇലൽ മസ്ജിദി, കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ കണ്ടോ ശേഷം വന്നത് ഏതാണ്? ഈ വലത് എന്നാണ്. അപ്പോ ഏത് മുദാരിയായ ഫില വേണ്ടത്? യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി. ഇനി അടുത്തത് നുജീബു ഫിൽ ലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷയിൽ എന്ത് ചെയ്യണം? നമ്മൾ മറുപടി കൊടുക്കണം. ഈ മായും അതുപോലെ ഐനയും ദാലിക്കയും ഐനയും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നർത്ഥമാണ്. അപ്പൊ മാ ദാലിക്ക, അത് എന്താണ്? ദാലിക്ക എന്ന് പറഞ്ഞാൽ അത്, കുറച്ച് ദൂരത്തുള്ള സാധനത്തിനെ സൂചിപ്പിക്കാനാണ് ദാലിക്ക. അപ്പൊ മാ ദാലിക്ക, എന്താണ് അത്? ഇനിയിപ്പോ ഇതിന് പകരമായിട്ട് വേറെ തന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അവസാനിക്കുന്നത് ആ രൂപത്തിലാണ് ആൻസർ തുടങ്ങേണ്ടത്. അപ്പൊ ഇവിടെ കണ്ടോ, മാ ദാലിക്ക, എന്താണ് അത്? അപ്പൊ ദാലിക്ക ദീക്കുൻ, അത് പൂവൻകോഴിയാണ്. ഇവിടെ പൂവൻകോഴി ആണായതുകൊണ്ടാണ് ദാലിക്ക വന്നത്. മനസ്സിലായോ? അപ്പൊ മാ ദാലിക്ക. ഇനിയിപ്പോ മാ തിൽക്ക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാല് തിൽക്ക എന്ന് വെച്ചിട്ട് തിൽക്ക ഹിറത്തുൻ, ഉദാഹരണം. അപ്പോ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും അനുസരിച്ച് ദാലിക്കയും തിൽക്കയും മാറുമല്ലോ. അപ്പൊ മാ ദാലിക്ക, അതെന്താണ്? ദാലിക്ക ദീക്കുൻ. ഇനി അടുത്തത് ഐനൽ ഹിറത്തു, ഇവിടെ കണ്ട ഹാത്താവ്. അപ്പൊ അത് ഏതാന്ന് മനസ്സിലായി? ഐനൽ ഹിറത്തു. ഐന എന്ന് പറഞ്ഞാൽ എവിടെ? പൂച്ച എവിടെയാണ്? അൽ ഹിറത്തു. അപ്പൊ ഈ ഹിറത്തു കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അൽ ഹിറത്തു എന്തുകൊണ്ടാണ് അവസാനിക്കുന്നത്? അതുകൊണ്ട് ആൻസർ തുടങ്ങുക. അൽ ഹിറത്തു എവിടെയാണ്? അല ഷജറ. അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നർത്ഥം. അല ഷജറ, മരത്തിന് മുകളിൽ. ഐനൽ കലമു, എവിടെയാണ് പേന? ഇനി ഇത് ഈ അൽ കലമു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ആൻസർ അൽ കലമു ഫിൽ ജൈബ്. പേന പോക്കറ്റിലാണ്. ഇനി അടുത്തത് നഖറഉ വ നുഅയ്യിനുൽ ഫിഅലൽ മുളാരിഅ മിനൽ ആതിയ. താഴെ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മുളാരിയായ ഫെയില് സെലക്ട് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുളാരിയായ ഫെയിലിനെ മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി തുടക്കത്തിൽ യാ ഓ അല്ലെങ്കിൽ താ ഓ കൊണ്ട് തുടങ്ങുന്ന വേർഡുകൾ അത് മുളാരി ആയ ഫെയിൽ ആയിരിക്കുമെന്ന് കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇവിടെ കണ്ടോ, യഹ്സബു അന്ന മാലഹു അഖ്ലദ, ഇതിൽ മുളാരിയായ ഫീൽ ഏതാണ്? യാ കൊണ്ട് തുടങ്ങിയത് ഏതാണ്? ഇതല്ലേ, യാ അല്ലേ? യൗമഇദി യസ്ദുറു എന്നുള്ളതാണ് ഇവിടെ മുളാരിയായ ഫീൽ. യജ്ലിസു മാജിദുൻ, മാജിദ് ഇരിക്കുന്നു. അപ്പൊ യാ. യശ്റബു, അതുപോലെ യഖൂലു, അങ്ങനെ യാ കൊണ്ട് തുടങ്ങുന്നത് മുളാരിയായ ഫീലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാറ്റിയെടുത്ത് എഴുതുക. ഇനി അടുത്തത് നുകമ്മിലുൽ ഫറാഗ. നമ്മൾ നേരത്തെ റിവിഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇത് നിർബന്ധമായും പഠിക്കണം, കാരണം ഇത് എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. നുകമ്മിലുൽ ഫറാഗ, ഈ 14 ദമീറുകൾ ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന,
അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഇത് ഈ 14 ദമീറുകൾ നിർബന്ധമായും ഇതിന്റെ വഴിയായി തന്നെ പഠിക്കുക. അങ്ങനെ പറഞ്ഞു പഠിക്കുക. രണ്ട് പാട്ടൊക്കെ ഉണ്ടാക്കി പാടി പഠിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് പഠിക്കുക. ഇത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് വന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് 7 മാർക്ക് നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി അടുത്തത് നുഅരിബു, അറബിയാക്കാനാണ്. നിന്റെ വീട് എവിടെയാണ്? എവിടെ 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 എന്നുള്ളതിന് നമ്മൾ അയിന കുറെ തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും മറക്കാൻ പാടില്ല. അപ്പൊ എവിടെയാണ് നിന്റെ വീട്? പിന്നെ വീട് എന്നുള്ളതിന് നമ്മൾ 2ാം ക്ലാസ് മുതലേ 1ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ബൈത്ത് ഇല്ലേ, വീട്. അപ്പൊ അയിന ബൈത്തൂക്ക, അയിന ബൈത്തൂക്ക, എവിടെയാണ് നിന്റെ വീട്? ബാഗ് മേശപ്പുറത്താണ്. ബാഗും എന്താ പറയാ, ഹക്കീബത്താണ്. അപ്പൊ മേശക്ക് താവിലത്ത പറയാം, മുകളില് എന്നുള്ളതിന് അല എന്ന് പറയാം. അപ്പൊ അൽ ഹക്കീബത്തു അലത്താവില, അൽ ഹക്കീബത്തു അലത്താവില. ഇനി അടുത്തത് നുതർജിം, ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഇവിടെ അറബി തന്നിട്ടുണ്ട്, നമ്മൾ മലയാളത്തിൽ ആക്കുക. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദ്, യദ്ഹബുൽ വലദു, വലദു എന്ന് പറഞ്ഞാൽ കുട്ടി, ഇലൽ മസ്ജിദ്. അപ്പൊ യദ്ഹബു പോകുന്നു, അൽ വലദു കുട്ടി പോകുന്നു, ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക്. ഇനി അൻതുമാ, ഓർമ്മണ്ടോ? അൻത അൻതുമ അൻതും പറഞ്ഞത്. അപ്പൊ അൻത അൻതുമ, അൻത നീ ഒരാണ്, അൻതുമ നിങ്ങൾ 2 ആണുങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ അൻതുമ നിങ്ങൾ 2 പേരും, തക്തുബാനി എഴുതുന്നു, നിങ്ങൾ 2 പേരും എഴുതുന്നു. ഇതാണ് ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിന്റെ വിശദമായ റിവിഷൻ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിർബന്ധമായി കേൾക്കണം, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നല്ല വിജയം നൽകി നമ്മളെ മക്കളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയങ്ങളുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുകളും ഒക്കെ ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടെ കമന്റിൽ ഓർമ്മപ്പെടുത്തണം. അൽഹംദുലില്ലാഹ്, ഇന്നലെയൊക്കെ ചില ആളുകൾ ഓർമ്മപ്പെടുത്തി, വളരെ സന്തോഷം. ഇനിയും ഉണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തണമെന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.